ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. റവ വെച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്ന ഇഡ്ഡലിയാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കോക്കനട്ട് ചട്നി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒരു 3/4 കപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാണ്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിലോട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് വരും, പക്ഷേ ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ ഒരു 20 മിനിറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. 20 to 30 മിനിറ്റ്സ് വെച്ചാൽ നന്നായിരിക്കും. ഇതിപ്പോൾ ഒരു 1/2 hour ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ആകുമ്പോഴേക്കും റവ ഒക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ടാവും. ഇനി അതിലേക്കൊരു 1/4 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇഡ്ഡലി ബാറ്റർ ആകുമ്പോൾ കുറച്ച് തിക്ക് ബാറ്റർ ആണല്ലോ, അപ്പോൾ അതിൻ്റെ പാകത്തിന് നമ്മൾ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇഡ്ഡലിയുടെ പാത്രത്തിൽ ഓയിലോ ഗീയോ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. നല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ എല്ലാ പാത്രത്തിലും ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഒരു 15 മിനിറ്റ്സ് സ്റ്റീം ചെയ്തിട്ട് എടുത്താൽ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഈ ഇഡ്ഡലി റെഡി ആയിട്ട് പുറത്തെടുത്തതിന് ശേഷം നമ്മൾ അതിന് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് എവിടെ ഒട്ടിപ്പിടിക്കാതെ ഇഡ്ഡലി എടുക്കാൻ കിട്ടും. അതൊരു ടിപ്പാണ്. എൻ്റെ അടുത്തൊരു ഇത്ത പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യാത്തപ്പോൾ എനിക്കതേ വർക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കൊരു ചട്നി കൂടി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പൊട്ടുകടല, അതായത് റോസ്റ്റഡ് ചനാദാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തൈരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലേശം പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ലേശം വെള്ളം കൂടി ഒഴിച്ച് നമ്മളിതിനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അധികം സ്മൂത്തായിട്ട് അരക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു അരച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ലൂസായിട്ടുള്ള ചട്നിയാണ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമ്മൾ കുറച്ച് കടുകിട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് ലേശം ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പൊട്ടി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചട്നിയിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. രാവിലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.